മൗച്ചേട്ടൻ ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? മൗച്ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ. கமல் சார்ந்து வணக்கம் ஆனி. நான் ரொம்ப ரொம்ப பெருமைப்படுறேன் இந்த நிகழ்ச்சியில் கலந்துக்கிறதுக்கு. எனக்கு ரொம்ப ஒரு அந்த வாய்ப்பு கிடைச்சதுக்கு நான் ரொம்ப பெருமைப்படுறேன். எனக்கு இன்னும் இந்த நிகழ்ச்சியில் வரணும்னு ஆசை இருக்குது. எனக்கு நான் தமிழ் சொல்கிறது உங்களுக்கு புரியறதான்னு தெரியாது. நான் வந்து இப்போது அரசியலில் கொஞ்சம் பிஸியாக இருக்கேன். இந்த நிகழ்ச்சியில் அதுக்குள்ளே வந்ததுக்கு எனக்கு ரொம்ப சந்தோஷம். ഓക്കെ ഞാനോട് മൗച്ചേട്ടനെ മറന്ന് ശരിക്കും വിചാരിച്ചോ ചേച്ചി, ദൈവമേ എന്റെ ഷോയിൽ കമലാസൻ ദൈവമേ അങ്ങനെ വരുത്തിട്ടല്ലേ മൗച്ചേട്ടനായിട്ട് അങ്ങനെ ഒരു സീറ്റ് എനിക്ക് ഒരുക്കി തരട്ടെ ദൈവമേ. ഇനി ഒരാളും കൂടെ വരട്ടെ എന്റെ ഷോ അല്ലേ. ഇപ്പൊ നമ്മളിപ്പോൾ നമ്മുടെ ഈ വളർച്ചയുടെ പാതയിൽ നമ്മളിപ്പോൾ പോകുന്ന പാതയിൽ പലരും നമുക്കെതിരെ നമുക്ക് നെഗറ്റീവ് കമൻസും ഇഷ്ടംപോലെ നമുക്ക് കാണാമല്ലോ. നമ്മളെ നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ വിമർശിക്കുന്നത് കൊള്ളാം. പക്ഷെ അല്ലാതെ നമ്മളെ മനഃപൂർവ്വം നമ്മളെ അടിച്ചു താത്താൻ വേണ്ടി തളർത്താൻ വേണ്ടി കുറെ ആളുകളുണ്ട്, ഇതിനു വേണ്ടി തന്നെ ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് രജനി സാറിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. രജനി സാർ ഒരു പ്രസംഗത്തിൽ സംസാരിച്ച ഒരു ഇതാണ്. അത് ഞാൻ പറയാറുണ്ട്. രജനി സാറിന്റെ നമ്മൂരില് குறைக்காத நாயும் இல்லை, பழி சொல்லாத நாவும் இல்லை, ஆக மொத்தத்தில் இது ரெண்டும் இல்லாத ஊரும் இல்லை. இதெல்லாம் பார்க்காம நம்ம பாட்டுக்கு போயிட்டே இருக்கணும். സത്യല്ലേ ആ പറഞ്ഞ സത്യല്ലേ അദ്ദേഹം പറയുന്നത്. എന്റെ ദൈവമേ എന്റെ ഷോയില് രജനി സാറും വരും കമലാസൻ സാറും വരും ഉറപ്പ്. അന്ന് ഞാൻ മൗച്ചേട്ടനെ വിളിക്കും, ഒരു വലിയ താങ്ക്സ് പറയണ്ടേ. കാരണം പ്രേക്ഷകർക്കൊക്കെ ഇവരെ കാണാൻ പറ്റുന്ന അതിന്റെ തുടക്കം കുറിച്ചത് മൗച്ചേട്ടൻ. താങ്ക് യു മൗച്ചേട്ടൻ. മൗച്ചേട്ടന് കുഞ്ഞുനാള് മുതലേ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം, അതോ പാട്ട് പഠിച്ചതാണോ, അത് അച്ഛനമ്മയുടെ നിർബന്ധി പഠിച്ചാണോ, എങ്ങനെയാണ് മൗച്ചേട്ടന്റെ ഹിസ്റ്ററി? ഞാൻ ആദ്യമായിട്ട് പാടാൻ തുടങ്ങിയത് എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യമായിട്ട് പാടുന്ന പാട്ടും ശരദിന്ദു മലർദീപനാളം നീട്ടി സുരഭിലയാമങ്ങൾ ശ്രുതി മീട്ടി, ഇതാണ് ആദ്യം പാടിയ പാട്ട്. അത് ഞാൻ ഇതിങ്ങനെ ആദ്യം സ്റ്റേജിൽ കയറി പാടിയ പാട്ട്. ഇതിങ്ങനെ പാടാൻ കാരണം ഞാൻ പാട്ട് പാടുന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ അറിയുമായിരുന്നായിരിക്കാം. ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ഒരു അച്ഛനും അമ്മയ്ക്കും പാടാനുള്ള കഴിവുണ്ട്. അമ്മ പാട്ട് പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രൊഫഷണലായിട്ട് ആരും എൻ്റെ കുടുംബത്തിലില്ല. അച്ഛനിങ്ങനെ മൂളിപ്പാട്ടൊക്കെ പാടുന്നു മാത്രം. നല്ല സംഗീത ആസ്വാദകനായിരുന്നു. അപ്പോൾ ഇവർക്കറിയായിരിക്കും ചിലപ്പോൾ ഞാൻ പാട്ട് പാടുന്നു. ചിലപ്പോൾ അവർ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല. ചുമ്മാ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ എന്തെങ്കിലും പാടുന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ ആ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു ക്ലാസ് ടീച്ചർ സിസ്റ്റർ ബസാലിയ, ആ ടീച്ചർ ഒരു പാട്ടിട്ടിട്ട് താളം പിടിക്കാൻ പറഞ്ഞു എല്ലാ കുട്ടികളോടും. അങ്ങനെ പാട്ട് ഓൺ ചെയ്ത് താളം പിടിച്ചു തുടങ്ങി എല്ലാ കുട്ടികളും. അപ്പോൾ ഇങ്ങനെ സിസ്റ്റർ ഇങ്ങനെ ഓരോരുത്തരടുത്ത് ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ആ പാട്ടിന് കറക്റ്റ് താളാന്ന് നടന്നെന്ന് സിസ്റ്റർ പറഞ്ഞു. തൊട്ടടുത്തുള്ള ഷാജൻ, അത് ഷാജനെ കണ്ടിട്ട് ഞാനാണോ കറക്റ്റ് താളം പിടിച്ചത്, എന്നെ കണ്ടിട്ട് ഷാജനാണോ താളം പിടിച്ചത് എന്നിട്ട് രണ്ടുപേരും കൊണ്ടും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് താളം ഇടുന്നുണ്ടല്ലോ, എന്നാൽ ഞാനൊരു പാട്ട് പാടിത്തരാം, അത് പാടാൻ പറ്റുമോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ ഒരു ട്യൂൺ ഇങ്ങനെ പാടി. അപ്പോൾ ഞാനത് ഏറ്റുപാടി. അങ്ങനെ അപ്പോൾ നീ നന്നായിട്ട് പാടുന്നുണ്ടല്ലോടാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി, ഇവൻ നന്നായിട്ട് പാടുന്നുണ്ട്, അവൻ ആ രീതിയിലൊന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു മത്സരം സ്കൂളിൽ വന്നപ്പോൾ ഈ പാട്ടിനെ പഠിപ്പിച്ചത്. എൻ്റെ അമ്മയും എൻ്റെ 2 ക്ലാസ് സീനിയറായിട്ട് പഠിച്ച സജി ചേട്ടനും കൂടിയാണ് എന്നെ ഈ പാട്ട് പഠിപ്പിച്ചു വന്നത്. പക്ഷേ സ്റ്റേജിലൊരു 3-4 ലൈൻ പാടിയപ്പോഴത്തേക്കും പേടിച്ച് ഞാൻ ഇറങ്ങിപ്പോയി. എല്ലാവരും കൂടി ഇങ്ങനെ ആദ്യത്തെ ഒരു അനുഭവമല്ലേ, അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നോക്കണം കണ്ടപ്പോഴത്തേക്കും പേടിച്ച് ഇറങ്ങിപ്പോയി. അതാണ് ആദ്യ ജീവിതത്തിൽ ആദ്യം പാടിയ പാട്ട്. 2ാം ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 7 വയസ്സ്. പിന്നെ അത് പ്രൊഫഷണലി പിന്നെ അതിനുശേഷം ധൈര്യം വന്നു തുടങ്ങി. ഓരോരുത്തർ ടീച്ചർ അപ്പോൾ പാടുന്ന മനസ്സിലായപ്പോഴത്തേക്കും ടീച്ചർമാരെ ഓരോ ക്ലാസ്സിൽ വിളിച്ച് പാടിക്കാൻ തുടങ്ങി എന്നെ. അങ്ങനെ ഒരു പാട്ട് ആദ്യമായിട്ട് ഫുള്ള് പാടുന്നത് നീ നിറയൂ ജീവനിൽ പുളകമായി, ആ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഫുള്ളായിട്ട് പാടുന്നത് സ്കൂളിൽ. ആദ്യമായിട്ട്. പിന്നെ 5ാം ക്ലാസ് മുതലാണ് ഞാൻ പാട്ട് പഠിച്ചു തുടങ്ങിയത്. എൻ്റെ അമ്മ ഒരു ദിവസം ഒരു ടീച്ചർ അറേഞ്ച് ചെയ്തു. ആ ടീച്ചറുടെ പേര് ശ്രീദേവി എന്നായിരുന്നു. എനിക്ക് ആകെ ഒരു 10, 12, 14 ഗുരുക്കന്മാരുണ്ടാവും. അതിൽ ആദ്യം തുടങ്ങിയത് ഈ ശ്രീദേവി ടീച്ചറാണ്. പിന്നെ സരസ്വതി അമ്മാള്, ബോസ് മാഷ്, രമേശ് മാഷ്, പിന്നെ ഏറ്റവും കൂടുതൽ പഠിച്ചത് ചന്ദ്രമന നാരായണ നമ്പൂതിരി സാറ് പെരുമ്പാവൂർ. ശങ്കര നമ്പൂരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശങ്കര നമ്പൂരിയുടെ ഗുരുവാണ് അദ്ദേഹം. പിന്നെ
അതിനുശേഷം ഞാൻ അക്കാഡമിക്കലായിട്ട് പഠിച്ചത് മദ്രാസിൽ TV ഗോപാലകൃഷ്ണൻ സാറിൻ്റെ അടുത്ത്. അപ്പോഴാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് 95-ൽ. അതെ, സിനിമയിൽ ആദ്യത്തെ പാട്ട് പാടുന്നത്. അപ്പം മർച്ചന്റിന്റെ ഫസ്റ്റ് പാട്ട് ആരെ കേട്ടിട്ട് എങ്ങനെ വന്ന അതോ ഡയറക്ടിങ് വന്നാന്നോ? ഏത് സിനിമയിൽ പാടിയത് ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് ഒരു മ്യൂസിക് ഡയറക്ടർ വന്നു. അദ്ദേഹം അതുവരെ ആഡ് മൂവീസ് ആണ് ചെയ്തുകൊണ്ട്, ആഡ് ഫിലിംസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. മ്യൂസിക് ചെയ്തിരുന്നു, ആഡ് ഡയറക്റ്റ് ചെയ്ത് ബാബു ശങ്കർ, അയാളുടെ മദ്രാസിലാണ്. അപ്പോൾ അദ്ദേഹം സിനിമയിലേക്ക് മ്യൂസിക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ഷാ എന്നാക്കി മാറ്റി. അപ്പോൾ അദ്ദേഹം എൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഒരു ആളെ സാറിൻ്റെ ശിഷ്യനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ആരാണ് അതിനെ പറ്റിയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഗുരുനാഥൻ അപ്പോൾ ഗുരുനാഥൻ എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വന്നത്. അപ്പോൾ ആ പാട്ട് പാടിയത് ചിത്രചേച്ചിയോടൊപ്പമാണ്. ആദ്യത്തെ പാട്ട് ഉഴവുത്തുറ, വിജയകാന്ത് സാറിൻ്റെ 125ാമത്തെ മൂവി. ചിത്ര ചേച്ചി ഞാനൊരു ഡ്യുവറ്റായിരുന്നു. അതിന്റെ പ്രോഗ്രാമിംഗ് ചെയ്തത് ശരത്തേട്ടനാണ്. അങ്ങനെ ശരത്തേട്ടനായിട്ട് പരിചയമായി. അന്ന് മുതലേ നല്ല ക്ലോസ് ആണ് ഞങ്ങൾ. സിനിമ എന്നൊരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു അതോ? അത് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നി തുടങ്ങി. സിനിമയിൽ പാടിയ സിനിമയിൽ നിന്ന് മാത്രമല്ല, ചില നമ്മൾ അമ്പലങ്ങളിൽ പോകുമ്പോൾ അവിടെ നിന്ന് ഭക്തിഗാനങ്ങൾ ഇങ്ങനെ കേൾക്കും. പിന്നെ എൻ്റെ അച്ഛൻ ഡെയിലി ഭക്തിഗാനങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ കിഷോർ ദാ, മറ്റേ മുഹമ്മദ് റാഫി സാബ്, മുകേഷ് ദാ, അവരുടെയൊക്കെ പാട്ടുകൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും രാവിലെ മുതൽ. അപ്പൊ ഏറ്റവും അത് പറയുമ്പോ എനിക്ക് ഒരു പാട്ട്, അവരുടെ ആരുടെയെങ്കിലും ഒരു പാട്ടും കൂടെ പാടിത്തരണേ. മുഹമ്മദ് റാഫി, കിഷോർ കുമാറിന്റെ ഇഷ്ടംപോലെ പാട്ടില്ലേ, ഇതൊരു പാട്ടുണ്ട് കേട്ടോ എനിക്ക്. അവരുടെ പാട്ട് കേൾക്കുമ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മഞ്ചേരി വന്നപ്പോഴും പഠിച്ചു. ആണല്ലേ? കിഷോർ ദാടെ പാടാം. ഓ സാഥി രേ तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना, ओ साथी रे तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना, फूलों में कलियों में, फूलों में कलियों में, सपनों की गलियों में, फूलों में कलियों में, सपनों की गलियों में, तेरे बिना कुछ कहीं ना, तेरे बिना भी क्या जीना, तेरे बिना भी क्या जीना. Ali's Kitchen. Let's cook with love.